ഹായ് കൂട്ടുകാരെ, നമ്മുടെ കുക്കിംഗ് മീഡിയയുടെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ മീഡിയയുടെ കുക്കിംഗ് ലാബിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. അപ്പം നമ്മൾ ഇന്നലെ മീനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു. അപ്പോൾ കറികൾ എല്ലാം റെഡിയാക്കി. ഇന്ന് 2-3 ഗസ്റ്റ് നമുക്കുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ട്സ് 2-3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേര ചെന്ന് നോക്കിയപ്പോൾ പച്ച കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളൊരു 2 കിലോ എടുത്തുകൊണ്ടായിരുന്നു. ഒരു ചൂര മീനാണ് വാങ്ങിയത്, വെള്ളച്ചൂര എന്ന് പറഞ്ഞ മീനായിരുന്നു. അപ്പോൾ ഇത് ഫ്രൈയും കറിയുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അപ്പം സംഭവം സിമ്പിളാണ്. ഇത് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത് പെട്ടെന്നുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എടുത്ത് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ആദ്യമേ തന്നെ പാനിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഉലുവ ചൂടാക്കണം. അതിനുശേഷം ഉലുവ എന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കാണ് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മീൻകറിക്കുള്ള ചേരുവകൾ നമ്മൾ ആദ്യമേ എല്ലാം എടുത്ത് വെക്കുക. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, 2-3 കഷ്ണം ഉള്ളി മതി. ഒരുപാടൊക്കെ ഇട്ട മതിരി, ചെറിയൊരു പച്ചമുളക്, അത് 2 അങ്ങനെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1.5 മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ ഇവനങ്ങ് മൂക്കണം. ചട്ടിക്കകത്ത് കിടന്ന് ഈ പൊടി നല്ലപോലെ മൂക്കുമ്പോഴത്തേക്കാണ് ആ ചേരുവ. നമ്മൾ ഫിഷ് മസാലയൊന്നും ഉപയോഗിക്കരുത്. കാരണം പ്രിസർവേറ്റീവ്സ് നമ്മൾ പരമാവധി ഒഴിവാക്കും. ഇത് എല്ലാം കെമിക്കലാണ്. നമുക്ക് തനി നാടൻ മീനിൻ്റെ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി അങ്ങോട്ട് ആഡ് ചെയ്യും. ഇതാണ് നമ്മുടെ പരിപാടി. പിന്നെ കുടംപുളി അരപ്പും കൂടെ അങ്ങോട്ട് തിളയ്ക്കണം. എന്നിട്ട് നമ്മൾ മീനിൻ്റെ കഷ്ണം പെറുക്കിയിടത്തുള്ളൂ. അപ്പോൾ അതേ മീൻ ചെറിയ ഫ്ലെയിമിൽ തിളച്ച് വരുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞ് പോകുന്നതാണ്. കാരണം ഫ്രൈ കൂടി നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട്. അപ്പം മീനിൻ്റെ അടുത്ത പാൻ, ഫ്രൈക്കുള്ള പാൻ, അതും ഇത് സെയിം മസാല തന്നെ നമ്മൾ പുരട്ടി വെച്ചിരുന്നതാണ്. ഒരു 10-15 മിനിറ്റ് വെച്ചിരുന്നതാണ്. അതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ പാൻ ചൂടായി, എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് വറക്കാൻ വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടെ നമ്മളങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് പാനിനകത്ത് തന്നെ നമ്മൾ മറിച്ചിട്ട് ഒന്നുകൂടി 2 സൈഡും ഒന്ന് മൊരിച്ച് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരത്തക്ക രീതിയിലെടുക്കുക. നമ്മൾ കൂടുതൽ ഫ്രൈ ആക്കി, കറി കുറച്ചേ എടുത്തുള്ളൂ. കാരണം എല്ലാവർക്കും മീനിൻ്റെ ഫ്രൈ ആണ്. നാടൻ മസാല പ്രയോഗമാണ് നമുക്ക്. അല്ലാതെ ഇത് ഫിഷ് മസാല ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്താണ് കേട്ടോ. പിന്നെ മുരിഞ്ഞിങ്ങനെ വരും. നമ്മൾ കട്ട്